ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു വീടിനെ പറ്റിയിട്ടുള്ളതാണ്. ഈ വീടിൻ്റെ ഹൗസ് വാമിംഗ് ആണെന്ന്. ഇത് കൂടുതൽ ഈ വീഡിയോ ഇടാൻ കാരണം ഈ വീട് ഞങ്ങൾ തന്നെ വർക്ക് ചെയ്തതാണ്. അതായത് ഞാനും ഈ വീടിൽ ഒരു പങ്കാളിയാണ്. ഇതിൻ്റെ ഒട്ടുമിക്ക ഭാഗങ്ങളിലും എൻ്റെ കൈയും ചെന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് ഈ വീടിൻ്റെ ഹൗസ് വാമിംഗ് ആണ്. അപ്പോൾ ഞങ്ങളുടെ മുതലാളിക്ക് ഈ വീടൊക്കെ പണിത് വിൽക്കലാണ് ജോലി. അപ്പോൾ വിൽക്കണ വീടായാലും ശരി, ഞങ്ങൾക്ക് പണിക്കാർക്ക് ആളൊരു ട്രീറ്റ് തരും, ഒരു ദിവസത്തെ പൈസ തരും, പിന്നെ ഭക്ഷണം തരും, അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യും. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ ഉള്ളിലേക്ക് പോയാലും ഇതാണ് ഹാള്. ചെല്ലുമ്പോൾ തന്നെ കാണാം. അടിപൊളി സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല സൂപ്പർ സ്റ്റെയർ കേസ് കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. തൊട്ടപ്പുറത്ത് ഡൈനിങ് ഹാളുണ്ട്, അത് നമുക്ക് പിന്നീട് കാണാം. ഹാളിൻ്റെ ഭംഗി തന്നെ നമുക്ക് ആസ്വദിച്ചാലോ. LED ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് സൂപ്പറായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മുടെ ഡൈനിങ് ഹാള്. ഡൈനിങ് ഹാളിനോട് ചേർന്ന് അതിൻ്റെ ഒരു ബാത്റൂം ഉണ്ട്, അവിടെ ഒരു വാഷ് ബേസിനും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ ബെഡ്റൂം. 14-12 എല്ലാ ബെഡ്റൂമുകളും, നല്ല വലിയ ബെഡ്റൂമും അതിനോട് ചേർന്ന് ഒരു സൂപ്പർ ബാത്റൂമും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഷോക്കേഴ്സ് കാര്യങ്ങളില്ലാതുണ്ട്. ഡ്രസ്സിംഗ് റൂം എല്ലാതരത്താണ് ആ റൂമുള്ളത്. നമ്മുടെ സ്റ്റെയർ കേസിൻ്റെ ഇടയിൽ ഒരു ലൈറ്റ് അറേഞ്ച്മെൻ്റ് ആണ്. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം. അതും ഇതുപോലെ തന്നെ മുകളിൽ LED ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ബാത്റൂം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ സൂപ്പർ ഒരു സ്റ്റെയർ കേസാണ്. ഇനി നമുക്ക് നേരെ മുകളിലേക്ക് കയറാം. അടിയിൽ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഒരു ഹാള്, 2 ബെഡ്റൂം, വർക്ക് ഏരിയ, ബാത്റൂം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ നമ്മൾ നേരെ മുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ ഒരു ഗംഭീരമായ ഒരു ഹാൾ, സൂപ്പർ ഹാൾ എന്ന് പറഞ്ഞാൽ സൂപ്പർ ഹാളാണ് ഇട്ടത്. അതിൻ്റെ മുകളിലൊക്കെ അടിയിൽ കണ്ട പോലെ തന്നെ നല്ല ഷോക്കേസ് ഉണ്ട്. പിന്നെ ഇതാ മുകളിലൊക്കെ LED ലൈറ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ലൈറ്റ് ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ പുറം വശത്തേക്ക് ഒന്ന് കിടക്കാം. സോറി, രണ്ടാമത്തെ ബെഡ്റൂം, മുകളിലത്തെ ആദ്യത്തെ ബെഡ്റൂമാണിത്. അതൊന്ന് കാണാം. അടിയിലത്തെ പോലെ തന്നെ എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ബാത്റൂമും കാര്യങ്ങളൊക്കെ ആയിട്ട് സൂപ്പർ ഷവറൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. മുകളിൽ മൊത്തം 3 ബെഡ്റൂമാണുള്ളത്. രണ്ടാമത്തെ ബെഡ്റൂം. ഇത് മുകളിലത്തെ സിറ്റ് ഔട്ടാണ്. ഇത് ഓപ്പൺ ടെറസ്. ചുറ്റും നല്ല പാടപ്രദേശമാണ്. തെങ്ങും തോപ്പുകളും ഒക്കെ നിറഞ്ഞുള്ള നല്ല പാടപ്രദേശമാണ്. ഇത് അടിയിലത്തെ മുറ്റൊക്കെ കട്ട വരിച്ചിട്ടുണ്ട്. ഈ വർക്കൊക്കെ, ഈ മുറ്റത്തെ ഈ കട്ട വരിയൊക്കെ ഒരു ഫുള്ള് ഞാനാണ് ചെയ്തത്. ഞാനും ഒരു ഹെൽപ്പറും കൂടിയിട്ടുള്ള വർക്കാണ് ഇതൊക്കെ. വീടിൻ്റെ ചുറ്റും ചെയ്തു വെച്ചിട്ടുണ്ട്. കുറച്ച് ഭാഗം മാത്രം പച്ചപ്പ് കണ്ട് മാത്രം കുറച്ച് കൃഷി ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുള്ളൂ. ഞാൻ സന്ധ്യയായി തുടങ്ങി, അതുകൊണ്ട് ഇത്തിരി വെളിച്ചക്കുറവുണ്ട്. ഇനി നമുക്ക് നേരെ മുകളിലേക്ക് കയറി പോവാം. അങ്ങനെ നമ്മൾ മുകളിലേക്ക് കയറിയത് ഓപ്പൺ ടെറസിൽ എത്തിയിട്ടുണ്ട്. ഇതൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ഗംഭീര വെയിലായിരുന്നു. ഇതിൻ്റെ അടി പരിക്കിടുമ്പോൾ അതിൽ ഞങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് കഴിച്ചത്. ചുറ്റും നല്ല തെങ്ങും തോപ്പുകളും കാര്യങ്ങളൊക്കെയാണ്. ഇതിൻ്റെ ചുറ്റും കാണുന്ന 5 വീട് ഞങ്ങൾ പണിത് തന്നെയാണ് കേട്ടോ. 4 വീട് പണിത് കഴിഞ്ഞപ്പോൾ 3 വീട് വിറ്റത്, 4ാമത്തെ വീട്, പിന്നെ 5ാമത്തെ വീടാണ് ആ പണിതുകൊണ്ടിരിക്കുന്ന ടാർപ്പായി കെട്ടിയിട്ടുള്ളത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ ഒന്ന് ഹൈപ്പ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പറ്റുകയാണെങ്കിൽ ഒന്ന് സബ് കൂടി ചെയ്യണം. മറ്റൊരു നല്ലൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും എത്തുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ, ഗുഡ് നൈറ്റ് and see you. അപ്പോൾ ഓക്കെ, പിന്നെ കാണാം.